Flavors of Thailand. തായ്ലാൻഡിലെ പട്ടായയിലെ മറ്റൊരു ദിവസം. അപ്പോൾ നമ്മൾ പട്ടായ വിശേഷങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ഫ്ലേവേഴ്സും ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ ഒന്നാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. മനോഹരമായ കാഴ്ചകളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മൾക്കായിട്ട് കാത്തിരിക്കുന്നത്. ഇനി ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ടിക്കറ്റ്സ് എടുക്കണം, എന്നിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ അവരൊരു സ്റ്റിക്കർ തരും, അത് നമ്മളിങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. സ്റ്റിക്കർ ഒട്ടിച്ചാൽ മാത്രം പോരാ, നമ്മളുടെ കയ്യിൽ കൂടി അവർ ഏതാണ്ട് ഒരു കളർ സീൽ ചെയ്യും. കേട്ടില്ലേ, ഒരു റെഡ് കളർ പോലെ ഒരു കാര്യം. ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച്, ഡ്രിസ്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ കാണാനുള്ള യാത്രയാണ്. ഇതിങ്ങനെ നല്ല ഓർഗനൈസ്ഡ് ആണ്. നമ്മളിങ്ങനെ ടൂറിസ്റ്റുകൾക്ക് പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. രണ്ട് സൈഡിലും ഭക്ഷണശാലകളുണ്ട്, ഒക്കെ ഉണ്ട്. അത് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം കാണാം. നമുക്ക് നോക്കാം. ഞാൻ ശരിക്കും ഈ ഭാഗത്ത് എങ്ങനെയാണ് എന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. എന്തൊക്കെ ചെറിയ 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 കാര്യങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്കെല്ലാം. ഇത് നമുക്ക് ഇതെല്ലാം കുട്ടി പേഴ്സസാണ്, ചെറിയ പേഴ്സ്, ക്ലോത്തിൽ തുണിയിൽ ഉണ്ടാക്കിയ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണെല്ലാം. ഇത്രയെണ്ണം 100 ബാട്ട്, അതായത് നമ്മുടെ ഒരു 200 രൂപ. 4 എണ്ണം, ചെറുതാണെങ്കിൽ 5 എണ്ണം കിട്ടും. കൊള്ളാമല്ലേ, നൈസ്. പ്ലസ് ഇതിൻ്റെ പല പല സൈസിൽ, ഷേപ്പിൽ. ഇതൊക്കെ എന്ത് ഭംഗി. ഇതെല്ലാം ക്ലോത്തിൽ ഇതാണ്. ഇതിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത് 179. മൂങ്ങ ഔളിൻ്റെ ഡിസൈൻ. ഓക്കെ, ഡിഫറെൻറ്റ് ബാഗ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാം 399, 400 ബാട്ട്. അതായത് നമ്മുടെ ഒരു 700-750 ആവും. ബോട്ടിൽ തൂക്കുന്നത് എല്ലാം നല്ല നിറ്റ് ചെയ്തതാണ്. ഇതെല്ലാം നോക്കും. ബോട്ടിൽ തൂക്കുന്നതിന് 129. വെരി നൈസ്. അപ്പോൾ ഈ ഏരിയയിലും കംപ്ലീറ്റ് ടൂറിസ്റ്റുകളുടെ ബഹളമാണ്. നല്ല രസമാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കാൻ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പരിസരത്ത് എത്തിയിട്ടേ ഉള്ളൂ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ടോപ്പിൻ്റെ മേളിലായിട്ട് ഇടുന്നതാണ്.
ആവശ്യത്തിനുള്ള ഷോപ്പിംഗ് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. യെസ്, $350 ബാറ്റ്. അപ്പോൾ നമ്മളുടെ ഏതാണ്ടൊരു 650 വരെ ആയി. യെസ്, താങ്ക് യു. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് വേണ്ട സെറ്റിങ്സ് ആയി കഴിഞ്ഞു. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു പ്രധാന കാര്യം മാംഗോ പുഡിങ്, ഡ്യൂറിയൻ സ്റ്റിക്കി റൈസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സാഗോ മാംഗോ. ഇത് തായ് സ്പെഷ്യാലിറ്റിയാണ്. സാഗോ എന്ന് വെച്ചാൽ നമ്മുടെ ചൗവരിയും ഫ്രൂട്ട്സും ഉള്ള കോമ്പിനേഷൻ അവർക്ക് ഡെസേർട്ട്സ് ഉണ്ടാക്കാറുണ്ട്. സാഗോ മാംഗോ, ഫ്രഷ് മാംഗോസ് ഇട്ട മാംഗോ ജ്യൂസ്, അതൊരെണ്ണം വാങ്ങിയാൽ മാംഗോ ജ്യൂസ്. ആഹാ, ഓരോ കാര്യം കാണുമ്പോൾ ഓരോ രസമാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സ്മോൾ ഗിറ്റാർ, $4,600 baht, right? Yeah, 4,000 discount value 4,000. ഇവരിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. 2-3 പേരുണ്ട് ഇവിടെ.
വിലയ്ക്കുള്ളതുണ്ട്. 2000, 2800, 1300 ഉണ്ട്. 1300 ബാറ്റ്, അതായത് നമ്മുടെ 2500 രൂപ. എങ്കിലും കുഞ്ഞു സൈസിലുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ ഗിറ്റാറുകൾ. സ്മോളർ വൺസ് ഓൾസോ സെയിം. സ്മോൾ വൺ ഓൾസോ ദ സെയിം മ്യൂസിക്. 1300. Can play the same? Yes, same. 1300. 1300. ഓക്കെ, 1300 ആണ്. അതായത് 2000. നമ്മുടെ ഒരു 2500 ബാറ്റ്. സെയിം മ്യൂസിക്. താങ്ക് യു. ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. മാംഗോസ്റ്റീൻ, റംബുട്ടാൻ, പിന്നെ ഇവരുടെ ഏതാണ്ട് ഫ്രൂട്ട് ഡ്യൂറിയൻ, പിന്നെ ഇത് മറ്റേ റോസ് ചമ്പയ്ക്ക, ഇവർക്കിവിടെ റോസ് ആപ്പിൾ എന്ന് പറയും. പിന്നെ മാങ്ങ, ഫ്രഷ് മാംഗോ, നല്ല പഴുത്ത മാങ്ങ, ഇങ്ങനെയുള്ള കാര്യം. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് കുട്ടനാട് പോലെ, കുട്ടനാടിനെയോ വെന്നിസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ്. കണ്ടില്ലേ, ചെറിയ ചെറിയ ബ്രിഡ്ജസ്, അതിനിടയിലൂടെ ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ആൾക്കാർ. ഇത് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച അതാണ്. ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മളിപ്പോൾ ഇതേപോലെ ഉള്ളൊരു ഒരു വള്ളത്തേൽ കയറിയാണ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മുഴുവൻ കാണാൻ പോകുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെ ബ്രിഡ്ജസ്, കണ്ടില്ലേ, ചെറിയ പാലങ്ങൾ, ഇങ്ങനെ കനാല്, ഈ ട്രഡീഷണൽ ഹൗസസ്. ഇത് ഭംഗിയില്ലേ, ഭയങ്കര ഒരു പിക്ചറസ് ആയിട്ടുള്ളൊരു മനോഹരമായ കാര്യം. കംപ്ലീറ്റ് ഇങ്ങനെ നടന്ന് കാണാനുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കനാല് ഓടുന്നുണ്ട്, നിറച്ച് വെള്ളത്തിൻ്റെ സൈഡ്സിലായിട്ടാണ് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സിൽ ഈ മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇത് ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റും വള്ളത്തിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത് തന്നെ കാണാൻ കുറേ ദൂരം ഇങ്ങനെ നമ്മളിങ്ങനെ ബ്രിഡ്ജിലൂടെ കയറി ഇറങ്ങി ഇങ്ങനെ ചുറ്റി നടക്കാനുണ്ട്. ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങാനുണ്ട്. പ്ലസ് ഫുഡ് ഐറ്റംസ് ധാരാളമായിട്ട്, ചെറിയ കുഞ്ഞ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഹീറ്റിംഗ് ഔട്ട്, അവിടെ എല്ലാം ഇങ്ങനെ നല്ലൊരു വ്യൂ അല്ലേ, അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ബിസിനസ്സാണിത്. വള്ളത്തേലിരുന്ന ലേഡി ഇങ്ങനെ സാധനങ്ങളിങ്ങനെ അടുപ്പിച്ച് വിൽക്കുന്നതുണ്ടോ, ഇങ്ങനെ ഇത് ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ആ വള്ളം. എല്ലാ ബിസിനസ്സും ഇങ്ങനെ വള്ളത്തേൽ പോയി നടത്തുന്ന ഒരു കാഴ്ച നല്ല രസമല്ല. ഇത് ശ്രീനഗറിലെ ദാൽ ലേക്കിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. വെജിറ്റബിൾ മാർക്കറ്റ് ഇങ്ങനെ ശരിക്കും വള്ളത്തേൽ നടക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ വള്ളത്തേൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്ന കാര്യങ്ങളാണ്. ആ സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് മേടിച്ച് കഴിക്കും.
safety UV. ഓ UV സേഫ്. ഓക്കെ ഓക്കെ. UV റൈസിന് സേഫാണ്. 250 റുപ്പീസ് ആണെന്നാണ് പറയുന്നത്. ഹാ. ഓക്കെ. പക്ഷെ ഇത് നോക്ക് നല്ല രസം. ഇത് കണ്ടു കഴിഞ്ഞാൽ ബൊമ്മ മാതിരി, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ കൊട. വെറൈറ്റി. നൈസ്. UV റൈസിന് 250 ആണ് ബാട്ട്. അപ്പം നമ്മളുടെ ഒരു 500 അടുപ്പിച്ചാകും. ലെതർ വെച്ചിട്ടുള്ള. ആഹാ. ഓ ഓക്കെ ഓക്കെ. മണി പേഴ്സ് 250 ബാറ്റ്. ഇവിടെ കംപ്ലീറ്റ് എലിഫൻറ്റ് തീമാണ്. ഇതല്ല എലിഫൻറ്റ് കീ ചെയിൻ. പക്ഷേ ഇച്ചിരി ഹെവിയാണ്. ഇവിടെ പ്രോൺസ്, ക്രാബ് മീറ്റ് ഇതിങ്ങനെ സ്ക്വേഴ്സിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ക്രാബ്, ലോബ്സ്റ്റേഴ്സിൻ്റെ മീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിങ്ങനെ ഗ്രിൽ ചെയ്തിട്ട് സോസ് ചേർത്ത് കൊടുക്കും. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ആൾക്കാരാണത്. അവരിങ്ങനെ ബോട്ട് ഇങ്ങനെ വെള്ളം കൊണ്ട് അടുപ്പിച്ചിട്ട് ഇത് ഡ്രൈ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇത് സാമ്പിളാണ്. നൈസ്. ഹൗ മച്ച്? സ്മോൾ 145. Ni one pack 100 baht. How much? 100. 100? Yeah, same. ഓക്കെ. നല്ലതാ, കൊള്ളാം. 100 ബാട്ട്. അതെ, 200 രൂപ. നൈസ്. യാ, താങ്ക് യു. എക്സ്ട്രാ ഇട്ട് തരുവാണ്. ഓക്കെ, താങ്ക് യു. റെയറായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നട്ട്സ്, പല ടൈപ്പ് ഓഫ് ഇവരുടെ സ്പെഷ്യൽ നട്ട്സ്. ഇത് നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമില്ലേ, അതുപോലത്തെ ഇവരുടെ തായ് ഡിഷാണ്. കുഴിപ്പന്നിയാരം പോലത്തെ ഒരു കാര്യമാണ്. പക്ഷേ ഇത് കുഴിപ്പന്നിയാരം അല്ല, ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളാണ്. ദിസ് ഈസ് വാട്ട്? കോക്കനട്ട് പൗഡർ ആൻഡ് ഇസ് എ സ്വീറ്റ്? उसमें ദാറ്റ് ഈസ് കോക്കനട്ട് പൗഡർ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഹൗ മച്ച്? 1. ഓക്കെ, ഒരു പ്ലേറ്റിന് 50 ബാറ്റ്സ്. വാങ്ങിച്ച് നോക്കാം അല്ലേ, കുഴിപ്പണിയാരം മാതിരിയുള്ള കാര്യം. അതാണ് മാവ്. ദിസ് കോക്കനട്ട് സാമ്പിൾ. ഓക്കെ, ഇത് സാമ്പിള് നമ്മുടെ ഉണ്ണിയപ്പം മാതിരി മധുരം. തേങ്ങയാണിത്, കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് ഇങ്ങനെ ചുരണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെരി നൈസ്. ഓക്കെ, 1 പ്ലേറ്റ്. ഇത് ഇളം തേങ്ങ ഇങ്ങനെ അരിഞ്ഞതും അതിൻ്റെ ഒരു മാവും വെച്ചിട്ടാണ് ഇങ്ങനെ കോരി ഒഴിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ആപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ഒരു ടേസ്റ്റ്. അതിനകത്തെല്ലാം ടെൻഡർ കോക്കനട്ട് അവരിങ്ങനെ ചീകി ഇട്ടിട്ടുണ്ട്, അരിഞ്ഞിട്ടിരിക്കാൻ. 50. ഇത് കോഴിയുടെ കാലെന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ്. ഇതൊക്കെ വളരെ ഡെലിക്കസി ആയിട്ട് ഇവിടെ വെക്കാൻ പറ്റും. ഒരു ചില്ലി സോസ് കൂട്ടിയാണ് കൊടുക്കുന്നത്, അതും ഭയങ്കര ഡിമാൻഡുള്ള കാര്യമാണ്. പിന്നെ രണ്ട് സൈഡിൽ ഇവിടെ ഷോപ്സ് ഉണ്ട്. ഇവിടെ വള്ളത്തേലിങ്ങനെ
ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ടില്ല, എല്ലാം ഈ തീറ്റ സാധനങ്ങളാണ്, കൂടുതലും ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അങ്ങനെ കുറേ രസകരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ 2 സൈഡിലും ഷോപ്സ്. എന്തൊരു ഭംഗിയുള്ള സെറ്റിങ്ങാണ്, പറയാൻ വാക്കുകളില്ല. ഇത് അനുഭവിച്ച് തന്നെ അറിയണം. പട്ടായയിൽ വന്നാൽ ഡെഫിനറ്റ്ലി വരേണ്ട സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്.